ഗസാലി ഇമാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരു വിരുന്നുകാരനെയും കൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ചു. ഉപനസ്കരിക്കാനോ മറ്റോ എന്തോ ആവശ്യത്തിന് പോയി. നിസ്കാരത്തിന്റെ സമയമായപ്പോ വിരുന്നുകാരനോട് ഭാര്യ പറഞ്ഞു, സമയമായി, നിസ്കരിക്കണ്ടേ? നിസ്കാരമൊന്നുമില്ല. ഏതായാലും ഭക്ഷണം പാചകം ചെയ്തു. നിസ്കരിക്കാത്ത വിരുന്നുകാരനെ എങ്ങനെ സൽക്കരിക്കും? അങ്ങനെ ഏതു പാത്രത്തിൽ ഭക്ഷണം കൊടുക്കണമെന്ന് കൺഫ്യൂഷനായി. അവസാനം തൊട്ടടുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം കൊണ്ടുവന്ന് അതിൽ ഭക്ഷണം കൊടുത്തു. കാരണം നിസ്കരിക്കുന്നവർ കൈയിട്ട് കിളമ്പിയ ഒരു പാത്രം അത് പറ്റൂല ഇവര്. ഗസാലി ഇമാം വന്നു കഥയൊക്കെ പറഞ്ഞു. ഭാര്യ നല്ല ആളെ കൊടുന്നാക്കിയത്, അയാൾക്ക് നിൽക്കാറൊന്നുമില്ല. ഉടനെ ചോദിച്ചു, ഏത് പാത്രത്തിലാ ഭക്ഷണം കൊടുത്തത്? അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്ക് പയച്ചിട്ടില്ല, ഞാൻ തൊട്ടടുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിലാ ഭക്ഷണം കൊടുത്തതെന്നാണ്. ഗസാലി ഇമാം എന്ത് ചെയ്തു അറിയാം? ആ പാത്രം എടുത്ത് ചവിട്ടിപ്പൊളിച്ച് ദൂരെ എറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇതിൽ ഒരു പട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന്. പട്ടി കഴിച്ച പാത്രം നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ചേരും, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കഴിച്ച പാത്രം പട്ടിക്ക് ചേരൂല. അത്രയും നീചനും നികൃഷ്ടനും ഈ ദീനിൽ നയാ കാശിന് വിലയില്ലാത്തവനും ഒരു ചെറിയ തരി പോലും സ്ഥാനമില്ലാത്ത ചെറ്റയാണ് നിസ്കരിക്കാത്ത വ്യക്തി.